ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലെ പാർട്ട് 2 ആണ്. സോ പാർട്ട് 1 നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ആരാണ് ഇന്ത്യയില് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്, ഇൻഡിവിജ്വലിന്റെ കേസിൽ ആരാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ എമൗണ്ടിന്റെ മേലെയാണ് ഇന്ത്യയില് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി ഈ പാർട്ട് 2 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരാള് എങ്ങനെയാണ് ഇന്ത്യയില് റെസിഡന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് പാർട്ട് 2 എന്ന് പറയുന്നത് ഈ വീഡിയോയില്. ഒന്ന്, ഒരാള് ഇന്ത്യയില് എങ്ങനെയാണ് റെസിഡന്റ് ആവുന്നത്. ഇനി റെസിഡന്റ് ആയി എന്ന് തന്നെ വിചാരിക്കാം. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്, ഒരാൾ ഇപ്പൊ റെസിഡന്റ് ആയെങ്കിൽ തന്നെ അയാൾ ഓർഡിനറി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറി ആണോ എന്ന് കണ്ടുപിടിക്കണം. രണ്ട് കാര്യങ്ങളാണ്. ആദ്യം ഒരാൾ റെസിഡന്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഒരാൾ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഇനി റെസിഡന്റ് ആണെങ്കിൽ അയാൾ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്ന് കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്. ഒരു കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഈസിയാണ്. സോ ശ്രദ്ധിക്കുക, ഒരാള് റെസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, ശ്രദ്ധിക്കുക, രണ്ട് കണ്ടീഷനിൽ ഓർ കണ്ടീഷൻ എന്ന് പറയും. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്നാണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൻഡ് എന്നാണ് ഇവിടെ, ഓറിന് പകരം ആൻഡ് എന്നാണെന്നുണ്ടെങ്കിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പൊ ഓർ കണ്ടീഷൻ ആണിത്. അതായത് ഈ പറയുന്ന രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ റെസിഡന്റ് ആയിട്ട് മാറും. ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ അത് പിന്നെ, ആദ്യം റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ആദ്യത്തെ കണ്ടീഷൻ ആണ് പറയുന്നത് 182 days in the relevant previous year. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഹീസ് ഇൻ ഇന്ത്യ ഫോർ 182 days in the relevant previous year എന്ന് പറയാം. അർത്ഥം ഒന്നേ ഉള്ളൂ, ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയെന്നുള്ളൂ. അർത്ഥം ഒന്നേ ഉള്ളൂ, പ്രീവിയസ് ഇയറിൽ, അതായത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വർഷം ഉണ്ടല്ലോ, ഈ പ്രീവിയസ് ഇയറില് 182 ദിവസം ഒരാൾ ഇന്ത്യയിൽ നിന്നിട്ടുണ്ടോ, അയാൾ ഏത് രാജ്യത്തെ സിറ്റിസൺ ആയിക്കോട്ടെ, ഡസൻ മാറ്റർ, 182 ദിവസം പ്രീവിയസ് ഇയറിൽ നിന്നിട്ടുണ്ടോ അയാള് റെസിഡന്റ് ആയിട്ട് മാറും. ഓക്കെ, എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? അതായത് ഇപ്പോ ഈ വർഷത്തെ ഇൻകത്തിന്റെ മേലെ ടാക്സ് അടയ്ക്കുന്നത് അടുത്ത വർഷമായിരിക്കും. സോ ഇത് 2025 ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 2025. സോ 2025 എന്ന് പറയുന്ന ഈ വർഷത്തെ ഇൻകം, ഈ വർഷം നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ മേലത്തെ ടാക്സ്, ഇതിന്റെ മേലെയുള്ള ടാക്സ് 2026 നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് പേ ചെയ്യുക. അറിയാവുന്ന കേസാണ് അല്ലെ. അപ്പൊ ഈ ഇയറിന് പറയുന്ന പേരാണെന്ത്, പ്രീവിയസ് ഇയർ. ഈ ഇയറിന് പറയുന്ന പേരാണെന്ത്, അസസ്മെന്റ് ഇയർ. ജസ്റ്റ് ബേസ് ആണ് അല്ലെ. അപ്പോ ഈ പ്രീവിയസ് ഇയറിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഈ വർഷം അയാള് 182 ദിവസത്തിൽ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വല് ഇന്ത്യയിൽ നിന്നിട്ടുണ്ടോ, അയാൾ ഏത് സിറ്റിസൺ ആയിക്കോട്ടെ, ഡസൻ മാറ്റർ, അയാള് റെസിഡന്റ് ആയിട്ട് മാറും. അപ്പൊ 182 days ആണ് എന്ത് ചെയ്യുന്നത്, 182 days ഓർ മോർ എന്നാണ് കേട്ടോ. അതിന്റെ കൂടുതൽ നിന്നാലും ആള് ഓട്ടോമാറ്റിക്കലി അറിയാലോ, റെസിഡന്റ് ആയിട്ട് മാറും. അപ്പൊ 182 ദിവസമോ അതിൽ കൂടുതലോ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളാരായിട്ട് മാറും, ഇന്ത്യയിലെ റെസിഡന്റ് ആയിട്ട് മാറും. ഓക്കെ, ഇനി അതിൽ കുറവാണെന്നുണ്ടെങ്കിലോ നോൺ റെസിഡന്റ് ആവും. പക്ഷെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. സോ ശ്രദ്ധിക്കാം, 60 days in India, 60 days in India in the relevant previous year and ശ്രദ്ധിക്കുക, ആൻഡ് എന്നാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്, and 365 days in India for preceding previous year. എന്താണെന്ന് പറഞ്ഞു തരാം. ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ, അവൻ ഏത് രാജ്യത്തെ സിറ്റിസൺ ആയിക്കോട്ടെ, അവൻ 182 ദിവസമോ അതിൽ കൂടുതലോ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ റെസിഡന്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി 182 ദിവസം നിന്നിട്ടില്ല. ഓക്കെ, ശ്രദ്ധിക്കുക, 182 ദിവസം നിന്നിട്ടില്ല, പക്ഷെ 60 ദിവസം നിന്നിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, 60 ദിവസമോ അതിൽ കൂടുതലോ നിന്നിട്ടുണ്ട്.
അതായത് പ്രീവിയസ് ഇയറിൽ ഒരു വ്യക്തി 60 ദിവസമോ മിനിമം 60 ദിവസമോ അതിൽ കൂടുതലോ നിന്നിട്ടുണ്ട്. പ്ലസ് ഇതാ താഴെ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ കണ്ടീഷനിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ 182 ഡേയ്സ് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനിൽ അഗെയിൻ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പ്രീവിയസ് ഇയറിൽ റെലവന്റ് പ്രീവിയസ് ഇയറിൽ, അതായത് ഇപ്പോ 2025, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 2025 സോ 2025 പ്രീവിയസ് ഇയർ ആണെന്ന് വിചാരിക്കുക. ഈ വർഷം 60 ഡേയ്സ് മിനിമം 60 ഡേയ്സോ അതിൽ കൂടുതലോ നിൽക്കണം. പ്ലസ് എന്നും കൂടി വേണം 365 ഡേയ്സ് ഇൻ ഇന്ത്യ ഫോർ പ്രിസീഡിങ് പ്രീവിയസ് ഇയർ. എന്താ അതിന്റെ അർത്ഥം? 2025 തൊട്ട് മുമ്പുള്ള 4 വർഷമില്ലേ? എന്തൊക്കെയാണ് തൊട്ട് മുമ്പുള്ള 4 വർഷം? 2024, പിന്നെ 2023, പിന്നെ 2022, പിന്നെ 2021. എത്ര വർഷമായി? 1, 2, 3, 4. ഓക്കെ, ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയർ എന്ന് പറയുന്ന ഈ 2025 മിനിമം 60 ഡേയ്സ് ഉണ്ടാവണം. 60 ഡേയ്സോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. പിന്നെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷം, അതായത് 1, 2, 3, 4, 2021, 22, 23, 24. സോ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷം കൂട്ടി നോക്കുമ്പോൾ അയാൾ 365 ദിവസം നിന്നിരിക്കണം. അടുപ്പിച്ച് നിൽക്കണമെന്നില്ല കേട്ടോ, അടുപ്പിച്ച് നിൽക്കണമെന്നില്ല. പല കുട്ടികളും ഡൗട്ട് ചോദിക്കുകയാണ്. ഇപ്പോ 2021 നിന്നു, പക്ഷെ 22 വന്നിരുന്നില്ല. പക്ഷെ 2023 നിന്നു, 24 നിന്നു. ഡസന്റ് മാറ്റർ. ടോട്ടൽ വർഷം കൂട്ടുമ്പോൾ 365 ദിവസം ഉണ്ടോ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്, അവർ റെസിഡന്റ് ആയിട്ട് മാറും. ഓക്കെ, അതായത് എന്താണ് കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പഠിച്ചു. റെലവന്റ് പ്രീവിയസ് ഇയറിൽ, അതായത് 2025 അവൻ 182 ദിവസമോ അതിൽ കൂടുതലോ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഓട്ടോമാറ്റിക് റെസിഡന്റ് ആണ്. ഇനി 182 ദിവസം നിന്നില്ല, പക്ഷെ മിനിമം 60 ദിവസം, എന്താ 60 ഡേയ്സോ അതിൽ കൂടുതലോ നിന്നിട്ടുണ്ട്. പ്ലസ് എന്തും കൂടി ഉണ്ട്, 365 ദിവസമുണ്ട്. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തില് 365 ദിവസം നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ റെസിഡന്റ് ആയിട്ട് മാറും. ഓക്കെ, ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. 60 ദിവസം ഇവിടെ പ്രീവിയസ് ഇയർ 2025 ആണ് പ്രീവിയസ് ഇയർ എന്ന് വിചാരിക്കുക. 70 ദിവസം നിന്നിട്ടുണ്ട്. പക്ഷേ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷം വെറും 200 ദിവസമേ നിന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഹി വിൽ ബി നോൺ റെസിഡന്റ്. ആരായിട്ട് മാറും? നോൺ റെസിഡന്റ് ആയിട്ട് മാറും. കാരണം എന്താ? രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷനിൽ പറഞ്ഞല്ലോ ആൻഡ് കണ്ടീഷൻ ആണ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, 60 ഡേയ്സിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. പ്രീവിയസ് ഇയറിൽ ഉണ്ടോ? യെസ്, 70 ഡേയ്സ് ഉണ്ട്. പക്ഷെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തില് 365 ദിവസം വേണമെന്നല്ലേ? പക്ഷെ 200 ദിവസമല്ലേ ഉള്ളൂ. സോ നോൺ റെസിഡന്റ് ആയിട്ട് മാറും. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഈ കേസിൽ ഒന്നുകൂടി പറയാണ്, ഇവിടെ 200 ദിവസം ഉള്ളൂ, 60 ഡേയ്സ്, അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷം 200 ഡേയ്സേ ഉള്ളൂ. പക്ഷെ 2025 എന്ന് പറയുന്ന റെലവന്റ് പ്രീവിയസ് ഇയറിൽ, അതായത് ഈ പ്രീവിയസ് ഇയറിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഈ പ്രീവിയസ് ഇയറിൽ അയാള് 190 ദിവസം ഉണ്ടായിരുന്നു വിചാരിക്കുക. ഓക്കെ, പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ 200 ദിവസമേ ഉള്ളൂ. പക്ഷെ റെലവന്റ് പ്രീവിയസ് ഇയറിൽ, അതായത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഈ പ്രീവിയസ് ഇയറിൽ, ഈ വർഷത്തില് നിങ്ങൾ 190 ദിവസം ഒരാൾ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ആരായിട്ട് മാറും? റെസിഡന്റ് ആയിട്ട് മാറും. അതെങ്ങനെ? ഇതല്ല നോക്കേണ്ടത്. അപ്പൊ ഇത് നോക്കാം. 182 ഫസ്റ്റ് കണ്ടീഷൻ എന്താ? 182 ദിവസം നിന്നുണ്ടോ നോക്കാം. ഉണ്ടോ? യെസ്, 182 ദിവസത്തിൽ കൂടുതൽ നിന്നിട്ടുണ്ട്, 190 ദിവസം നിന്നിട്ടുണ്ട്. അവൻ ഓട്ടോമാറ്റിക്കലി റെസിഡന്റ് ആയി. ഇനി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം, 182 ദിവസത്തിൽ കുറവാണെന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രണ്ടാമത്തെ കണ്ടീഷൻ നോക്കേണ്ടത്. ആദ്യത്തെ കണ്ടീഷൻ എപ്പോഴും നിങ്ങൾ എന്താ നോക്കേണ്ടത്? 182 ഡേയ്സ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. 182 ഡേയ്സോ അതിൽ കൂടുതലോ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? രണ്ടാമത്തെ കണ്ടീഷൻ 60 ഡേയ്സിന്റെ കണ്ടീഷൻ നോക്കേണ്ടത്. അതായത് 60 ദിവസമോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. എപ്പോ? റെലവന്റ് പ്രീവിയസ് ഇയറിൽ. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തില് 365 ദിവസം ഉണ്ടായിരിക്കണം. അതായത് ടോട്ടൽ ഇയർ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 365 ടൈം മതി. അടുപ്പിച്ച് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, സെറ്റ്. ഇനി കുറച്ച് കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഇപ്പോ രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ടല്ലോ, ഈ പറയുന്ന രണ്ടാമത്തെ കണ്ടീഷനിൽ രണ്ട് കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, 60 ദിവസവും 365 ദിവസം. ഓക്കെ, ഈ രണ്ടാമത്തെ കണ്ടീഷൻ
ഫസ്റ്റ് കണ്ടീഷൻ 182 ഡേയ്സ് കണ്ടീഷൻ, പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ 60 ഡേയ്സും 365 ഡേയ്സിന്റെ കണ്ടീഷൻ. ഓക്കെ, ഇതുണ്ടല്ലോ ചില ആൾക്കാർക്ക് ഇല്ല, എക്സംപ്റ്റ് ആണ്. ഇത് ചില ആൾക്കാർക്ക് എക്സംപ്റ്റ് ആണ്. അതായത് ഈ കണ്ടീഷൻ ചില ആൾക്കാർക്ക്, താഴെ പറയുന്ന രണ്ടാൾക്കാർക്ക് ഇല്ല. ഓക്കെ, ഏത് കണ്ടീഷൻ? സെക്കൻഡ് കണ്ടീഷൻ. അപ്പൊ താഴെ പറയാൻ പോകുന്ന രണ്ടാൾക്കാർക്ക് ഏത് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ? 182 ഡേയ്സിന്റെ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അതായത് രണ്ടാമത്തെ കണ്ടീഷൻ ഇല്ല. ഓക്കെ, താഴെ പറയുന്ന രണ്ട് വിഭാഗം ആൾക്കാർക്ക് 182 ഡേയ്സ് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. 60 ഡേയ്സിന്റെ ഈ രണ്ടാമത്തെ കണ്ടീഷൻ ബാധകമല്ല. ആരാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, person lives India for employment purpose or Indian ship crew member. ആദ്യത്തെ ആളാണ് പറയാൻ പോകുന്നത്. പേഴ്സൺ ലീവ്സ് ഇന്ത്യ, അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിക്കോട്ടെ, ഇന്ത്യ വിട്ട് പോവാണ്. ഓക്കെ, എന്തിനാണ് പോകുന്നത്? എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളുടെ പ്രവാസികൾ അല്ലെ, ജോലിക്ക് വേണ്ടിയിട്ട് പുറം രാജ്യത്ത് പോകുന്ന ആൾക്കാരില്ലേ, എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യ വിട്ട് പോകുന്ന ആൾക്കാരെ, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഷിപ്പ് ക്രൂ മെമ്പർ ആയിട്ട് പോകുന്ന ആൾക്കാരെ. ഓക്കെ, ഇവരൊന്നും ഒരിക്കലും പ്രവാസികളായിക്കോട്ടെ, അതായത് ഇന്ത്യൻ ഷിപ്പ് ക്രൂ മെമ്പർ ആയിട്ട് പോകുന്നവരായിക്കോട്ടെ, അവർക്ക് കുറച്ച് ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്. എന്താ ബെനിഫിറ്റ്? അവർക്ക് ഈ 60 ഡേയ്സ് കണ്ടീഷൻ വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു റെസിഡന്റ് ആക്കുന്നത് ഇതിൽ ഏത് കണ്ടീഷൻ ആയിരിക്കും? ഏറ്റവും കൂടുതൽ റെസിഡന്റ് ആക്കാൻ ചാൻസ് ഉള്ളത് ഏത് കണ്ടീഷൻ ആയിരിക്കും? രണ്ടാമത്തെ കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ ആയിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 മന്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 3.5 മന്ത് എന്ന് പറയുന്നത് എത്ര ഡേയ്സ് ആയിരിക്കും? അറൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 3.5 മന്ത് എന്ന് പറയുന്നത് എത്ര മാസമായിരിക്കും? 3 മാസം എന്ന് പറയുന്നത് 90 ദിവസം. ഓക്കെ, 3.5 എന്ന് പറയുന്നത് എത്ര ഡേയ്സ് ആയിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡേയ്സ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. 3.5 3 മന്ത് എന്ന് പറയുന്നത് 90 ഡേയ്സ് ആയിരിക്കും. 0.5 എന്ന് പറഞ്ഞാൽ 15. അപ്പോ എത്രയായി? 105 ആയില്ലേ? അപ്പോ ഒരാള് 3.5 മാസം നിന്നു വിചാരിക്കാം. ഒരു വർഷം ഒരാള് 3.5 മാസം നിന്നു വിചാരിക്കാം. ഫസ്റ്റ് കണ്ടീഷനിൽ അയാൾ റെസിഡന്റ് ആവും. അതായത് ഒരാള് ഇന്ത്യയില് 3.5 മാസം ഒരു വർഷം വെച്ച് നിൽക്കണമെന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു പ്രവാസി, ഞാനൊരു പ്രവാസിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എല്ലാ വർഷവും ലീവിന് വരും. ഞാൻ 3.5 മാസം നിൽക്കുന്നു എന്ന് വിചാരിക്കാം. ശ്രദ്ധിക്കുക, ഞാനൊരു പ്രവാസിയാണ്, പുറം രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എല്ലാ വർഷവും നാട്ടിൽ വരും, എന്നിട്ട് ഒരു 3.5 മാസം നിൽക്കും. 3.5 മാസം നിൽക്കുമ്പോ ഞാൻ ടോട്ടലി നിന്ന ഡേയ്സ് നോക്കുമ്പോ എത്രയാണ്? 180 ഡേയ്സ് അല്ലേ? സോറി, 105 ഡേയ്സ് അല്ലേ? 105 ദിവസം അല്ലേ? ഞാൻ റെസിഡന്റ് ആവോ? ഫസ്റ്റ് കണ്ടീഷനിൽ ഞാൻ റെസിഡന്റ് ആവോ? ഇല്ല, കാരണം 182 ദിവസം നിൽക്കണം. ഇവിടെ 3.5 മാസം നിന്നാല് എത്രയായി മാറും? 3.5 മാസം നിന്നാല് 105 ദിവസമായിട്ട് മാറും. സോ ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ആരാവുന്നില്ല? റെസിഡന്റ് ആവുന്നില്ല. പ്രവാസിയുടെ കാര്യമായിട്ട് പറയുന്നത്. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരായിട്ട് മാറും? ഓട്ടോമാറ്റിക്കലി റെസിഡന്റ് ആയിട്ട് മാറും. നിങ്ങളൊന്ന് നോക്കി നോക്കി. അതായത് റെലവന്റ് പ്രീവിയസ് ഇയറിൽ, അതായത് 2025 105 ദിവസം ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനിൽ 60 ഡേയ്സിന് മേലെ ഉണ്ട് അല്ലെ? സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അതിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തില് ഒരു വർഷം 105 ദിവസം നിൽക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ 3.5 മാസം നിൽക്കണമെന്നുണ്ടല്ലേ പറയുന്നത്. അപ്പൊ 105 × 4 എത്ര വരും?
തൊട്ട് മുമ്പുള്ള 4 വർഷം. അപ്പൊ 105 into 4 എത്ര വരും? 105 into 4 എത്ര വരും? 420 ദിവസമായിട്ട് മാറും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സെക്കൻഡ് കണ്ടീഷൻ ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്തില്ലേ? അതായത് പ്രസന്റ് റെലവന്റ് പ്രീവിയസ് ഇയറില് 60 ഡേയ്സിന് മേലെ ഉണ്ട്, അതായത് 105 ദിവസം ഉണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ 420 ദിവസം നിൽക്കുന്നില്ലേ? കാരണം ഞാൻ എന്താ പറഞ്ഞത്, എക്സാമ്പിളിൽ ഞാൻ എന്താ പറഞ്ഞത്, ഒരു പ്രവാസിയായിട്ടുള്ള ഞാൻ നാട്ടില് വർഷാവർഷം വരുന്നുണ്ട്. ഒരു വർഷം ഞാൻ 3.5 മാസം നിൽക്കുന്നുണ്ട്. 3 മാസം എന്ന് പറയുന്നത് 90 ഡേയ്സ് ആണ് അല്ലെ? 3 into 30 90 പ്ലസ് 0.5 എന്ന് പറഞ്ഞാൽ 15. അപ്പൊ 105 അല്ലെ? 90 പ്ലസ് 15 എത്രയാണ്? 105 ആണ്. അപ്പൊ ഒരു വർഷം 105 ദിവസം നിൽക്കുന്നുണ്ട്. അപ്പൊ 182 ദിവസത്തെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പ്രസിഡന്റ് ആവില്ല. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്രസിഡന്റ് ആയിട്ട് പോകും അല്ലെ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? റെലവന്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസത്തിൽ കൂടുതൽ വേണമെന്നാ, 60 ദിവസം അതിൽ കൂടുതൽ വേണമെന്നാ. ഞാൻ 105 ദിവസം നിൽക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തില് 365 ദിവസം വേണമെന്നാ. എല്ലാ വർഷവും എല്ലാ വർഷവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വർഷത്തിൽ 105 ദിവസം വെച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 105 into 4 വർഷം 420 ദിവസം ഞാൻ നിൽക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് കണ്ടീഷനിൽ ഒരു പ്രവാസിയായിട്ടുള്ള ഞാൻ പ്രസിഡന്റ് ആയിട്ട് മാറും അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന വല്ല നാട്ടിൽ പോയിട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മുഴുവൻ ഇവിടെ ഇൻകം ടാക്സ് അടച്ച് തീർക്കാനേ എനിക്ക് നേരം കാണുള്ളൂ. സോ അതുകൊണ്ടല്ല ഗവൺമെന്റ് ഈ ബെനിഫിറ്റ് കൊടുക്കുന്നത്. അതായത് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഇന്ത്യൻ ഷിപ്പ് ക്രൂ മെമ്പറും ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? റെസിഡന്റ് ആയിട്ട് മാറും. അപ്പൊ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അവരെ റെസിഡന്റ് ആക്കാത്തത്? റെസിഡന്റ് ആക്കാത്തതല്ല, അവർക്ക് ഈ കണ്ടീഷൻ വേണ്ട, 182 ദിവസത്തെ കണ്ടീഷൻ മാത്രം മതി എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവരാകെ ഇന്ത്യയിൽ 3.5 മാസേ നിൽക്കുന്നുള്ളൂ. ഓക്കെ, രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യാൻ പോകുമ്പോ ഫോറിൻ ഇൻകം ഇന്ത്യയിലേക്ക് വരാണ് അല്ലെ? അതൊന്നാമത്തെ കാര്യം. ഇന്ത്യക്ക് പുറത്തുപോയി രാജ്യത്ത് വർക്ക് ചെയ്യുമ്പോ ഫോറിൻ ഇൻകം ഇങ്ങോട്ട് വരാണ്. ഈ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? ഇന്ത്യയിലെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരല്ലേ? ഇന്ത്യയിലെ ഹോസ്പിറ്റല്, ഡിഫൻസ്, പോലീസ്, അങ്ങനത്തെ പല സെക്യൂരിറ്റി ഫെസിലിറ്റീസും കുറെ ഫെസിലിറ്റീസുകൾ ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിൽക്കുന്നവരല്ലേ? വെറും 3.5 മാസത്തിന് ലീവിന് വരുന്ന പ്രവാസികൾ ഇതെല്ലാം കൂടി എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നതാണ് ഗവൺമെന്റ് എന്തെന്ന് പറയുന്നത്. ഈ 182 ഡേയ്സ് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പോ നിങ്ങളോട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ കണ്ടീഷനിൽ, ഈ രണ്ട് കണ്ടീഷനിൽ ഏത് കണ്ടീഷനാണ് ഏറ്റവും കൂടുതൽ എന്താക്കുന്നത്, റെസിഡന്റ് ആക്കി മാറ്റുന്നത്? ഈ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞിരുന്നു, പ്രവാസിയായിട്ടുള്ള ഞാൻ 3.5 മാസം എന്ന് പറയുമ്പോ 105 ദിവസം 105 ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഒരു വർഷം 105 ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, 3.5 മാസം എന്ന് പറയുമ്പോൾ 105 ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. കാരണം 182 ഡേയ്സ് നിൽക്കുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ വേറൊരു പണി വരുന്നുണ്ട്. എന്താ പണി? 60 ഡേയ്സ് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി റെസിഡന്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരാളെ റെസിഡന്റ് ആക്കാൻ കൂടുതൽ സ്കോപ്പ് എന്തിനാണ്? സെക്കൻഡ് കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക. അപ്പോ ഇന്ത്യൻ ഷിപ്പ് ക്രൂ മെമ്പറുടെ കേസും പ്രവാസികളുടെ കേസും രണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി രണ്ടാമത്തെ കാര്യമാണ്, രണ്ടാമത്തെ ടീമുകളുണ്ട്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ സിറ്റിസൺ or person of Indian origin who lives India and come for visit in India. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ മോശമാണ്, പക്ഷെ ക്ലാസ് അത്ര മോശമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ ഇടണം, വേറെ കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ ആൾക്കാർക്ക് ഈ പറയുന്ന സെക്കൻഡ് കണ്ടീഷൻ നോക്കണ്ട, ഫസ്റ്റ് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ആരായിരിക്കും ഈ ആൾക്കാർ? നമുക്ക് നോക്കാം. ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. എന്താണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ? ആരാന്ന് അറിയാം? ആധാർ കാർഡ് ഉള്ള ആരോ അവൻ ഇന്ത്യൻ സിറ്റിസൺ. ഓക്കെ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ത്യ വിഭജിക്കുന്നപ്പോഴാണ്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജിക്കുന്നതിന് മുമ്പ് അൺഡിവൈഡഡ് ഇന്ത്യ എന്ന് പറയും. അതായത് ഇന്ത്യ പാകിസ്ഥാനും വിഭജിക്കുന്നതിന് മുമ്പ് നമ്മുടെ പൂർവികർ ആരെങ്കിലും
പൂർവികർ എന്ന് പറയുമ്പോൾ ചിലപ്പോ ഈ കണ്ണൂര് ഭാഗത്തൊക്കെ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കണ്ണൂര് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികൾ എപ്പോഴും പറയുന്നത് ആരാ, അതായത് നമ്മളുടെ ഫാദറിന്റെ ഫാദറിന്റെ ഫാദേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഗ്രാൻഡ് ഫാദറിന്റെ ഫാദർ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവര് ഇന്ത്യയില്, അതായത് ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് അവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരായി മാറി? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ട് മാറി. അത്രേ ഉള്ളൂ. ഇനി അവര് ഇന്ത്യ വിട്ടു പോയി, പക്ഷെ അവരെന്ത് ചെയ്യുന്നു? ഇടയ്ക്ക് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. മനസ്സിലായില്ല? നമ്മളുടെ ഈ റിലേറ്റീവ്സിൽ പലരും ഇത് ചെയ്യുന്ന പരിപാടി എന്താ? ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട്, അല്ല, ഇന്ത്യയിൽ നിന്ന് കുറച്ചും കൂടി ജീവിത സാഹചര്യം ഒക്കെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പുറം രാജ്യത്ത് സെറ്റിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഇന്ത്യ വിട്ടിട്ട് ഇപ്പൊ UK-ലോ കാനഡയിലോ അതുപോലെ തന്നെ നമ്മുടെ ദുബായിലൊക്കെ സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. റിലേറ്റീവ്സിലും നിങ്ങളും ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ പോലും ചിലപ്പോൾ അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. സോ ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കും നിങ്ങള്, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും നിങ്ങള്. നിങ്ങൾ ഇന്ത്യ വിട്ട് പോയി പുറത്തെ രാജ്യത്ത് എവിടെയാണ് താമസിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ റിലേറ്റീവ്സ് നാട്ടിലില്ലേ? ആ റിലേറ്റീവ്സിനെ കാണാൻ വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾ വന്നു പോകുന്നില്ലേ? അവരെ കാര്യമാണ് ഈ പറയുന്നത്. അതായത് ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ഇവര് എന്ത് ചെയ്യുന്നു? ഇന്ത്യ വിട്ടു പോകുന്നു. സെറ്റിൽ ചെയ്യുന്നതോ ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. ദുബായിലോ UK-ലോ കാനഡയിലോ എവിടെ ആയിക്കോട്ടെ, പുറത്ത് ഇന്ത്യക്ക് ഔട്ട്സൈഡ് ഇന്ത്യയാണ് അവരെന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? വർഷം ഈ റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടിയിട്ട് വർഷത്തിൽ ഒരിക്കൽ ഒന്ന് വന്നു പോകുന്നുണ്ട്. അതാണ് എന്ത്? ആൻഡ് കം ഫോർ വിസിറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഓക്കെ, ആ ആൾക്കാർക്കും 182 ഡേയ്സ് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. പക്ഷേ എന്ത് കണ്ടീഷൻ നോക്കണ്ട? ഈ 60 ഡേയ്സ് കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണ്ട. ആരാണ്? ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു ലീവ്സ് ഇന്ത്യ ആൻഡ് കം ഫോർ വിസിറ്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യ വിട്ടു പോയവരാണ്, പക്ഷെ അവർ ഇടയ്ക്കിട്ട് വിസിറ്റ് ചെയ്യുന്ന, ഇന്ത്യ വന്ന് വിസിറ്റ് ചെയ്യുന്ന റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടിയിട്ട് അവരും എന്ത് ചെയ്യണ്ട? ഈ ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയാൽ മതി, സെക്കൻഡ് കണ്ടീഷൻ നോക്കണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവർക്ക് ശ്രദ്ധിക്കുക, ഈ രണ്ടാമത്തെ വ്യക്തികൾക്ക് മാത്രം, ഒന്നാമത്തെ അല്ല കേട്ടോ, ശ്രദ്ധിക്കുക. ഈ കേസ് അല്ല ഞാൻ പറയുന്നത്, ഈ രണ്ടാമത്തെ കേസ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഇവർക്ക് ഈ ടീംസിന് ഒരു കാര്യം കൂടി ഉണ്ട്. ഇഫ് ഇന്ത്യൻ ഇൻകം അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം ഫ്രം ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഓക്കെ, ഇന്ത്യൻ ഇൻകം എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം ഫ്രം ഇന്ത്യ, സോഴ്സ് ഓഫ് ഇൻകം ഫ്രം ഇന്ത്യ 15 lakh or more, or 15 lakh or more ആണെന്നുണ്ടെങ്കിൽ, അതായത് 15 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ രണ്ട് കണ്ടീഷൻ ആണ് നോക്കുന്നത്. ശ്രദ്ധിക്കുക, ആരാണ്? അതായത് ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നു? ഇന്ത്യ വിട്ടു പോയി, എന്നിട്ട് ഇടയ്ക്കിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ആ ടീമുകള് അവർക്ക് സോഴ്സ് ഓഫ് ഇൻകം, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം ഫ്രം ഇന്ത്യ, അതായത് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം മോർ ദാൻ 15 lakh ആണെന്നുണ്ടെങ്കിൽ, 15 ലക്ഷം രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ കണ്ടീഷൻ ആണ് നോക്കേണ്ടത്. അവർക്ക് ഈ കണ്ടീഷൻ അല്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കണ്ടീഷൻ ആണ് നമ്മൾ പഠിച്ച കണ്ടീഷൻ തന്നെ, 182 ഡേയ്സ് കണ്ടീഷൻ. 182 ഡേയ്സ് ഓർ മോർ ഇൻ റെലവന്റ് പ്രീവിയസ് ഇയർ. ഒന്നാമത്തെ കണ്ടീഷന് യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത്? 60 ഡേയ്സിന് പകരം 120 ഡേയ്സ്. ഇത് മാത്രമേ മാറുന്നുള്ളൂ, വേറൊരു മാറ്റവും ഇല്ല. 120 ഡേയ്സ് ഇൻ ഇന്ത്യ, 120 days in India in the relevant previous year, and 365 days in India for 4 or more preceding previous year. Okay, ശ്രദ്ധിക്കുക. ഫസ്റ്റ് കണ്ടീഷനിൽ ഒരു മാറ്റവും ഇല്ല. ആർക്കാണ്? ശ്രദ്ധിക്കുക, ഈ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇവര് ഇന്ത്യ വിട്ടു പോകുന്നു. ഇവരിടക്കിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ ആൾക്കാർക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കണ്ടെന്ന് പറഞ്ഞിരുന്നു.
ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ മാത്രം മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ ഇന്ത്യൻ ഇൻകം അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം ഫ്രം ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം 15 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ രണ്ട് കണ്ടീഷൻ ആണ് നോക്കേണ്ടത്. ഒന്നാമത്തെ കണ്ടീഷൻ സെയിം ആണ്, 182 ഡേയ്സ് ഇൻ ദ റെലവന്റ് പ്രീവിയസ് ഇയർ, അതായത് 182 ദിവസം എന്ത് ചെയ്യണം, റെലവന്റ് പ്രീവിയസ് ഇയറിൽ നിൽക്കണം. രണ്ടാമത്തെ കണ്ടീഷനിൽ ആ 60 ഡേയ്സ് ഉണ്ടല്ലോ, 60 ഡേയ്സിന് പകരം എത്ര ഡേയ്സ് ആയിട്ട് മാറി, 120 ഡേയ്സ് കൂടി. ഓക്കെ, 120 ഡേയ്സിന്റെ റെലവന്റ് പ്രീവിയസ് ഇയർ, അതായത് പ്രീവിയസ് ഇയർ റെലവന്റ് പ്രീവിയസ് ഇയറിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്രീവിയസ് ഇയറിൽ നിങ്ങൾ 120 ദിവസം നിൽക്കണം. അതിന് തൊട്ടുള്ള 4 വർഷം നിങ്ങൾ എന്ത് ചെയ്യണം, 365 ദിവസം നിൽക്കണം. അതിലൊരു മാറ്റമില്ല. പക്ഷേ 60 ഡേയ്സിന് പകരം 120 ഡേയ്സ് ആയിട്ട് മാറുന്നു. അപ്പൊ ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം വരും, സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അപ്പൊ റെസിഡന്റ് ആണോ, ഇത്രയേ ഉള്ളൂ, പഠിക്കാൻ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പൊ റെസിഡന്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് കണ്ടീഷൻ ആണ് ഉള്ളത്. ഏതെങ്കിലും രണ്ടിലേതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്ന്, ഈ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യണം, 182 ദിവസമോ അതിൽ കൂടുതലോ നിൽക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, ഈ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യണം, 60 ദിവസം നിൽക്കണം. അതിൽ 60 കൂടുതലോ നിന്നാലും കുഴപ്പമില്ല, 60 ദിവസം മിനിമം നിൽക്കണം. പ്രീവിയസ് ഇയർ തൊട്ട് മുമ്പുള്ള 4 വർഷത്തില് 365 ദിവസവും നിൽക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത്. ഇനി ഈ രണ്ടാമത്തെ കണ്ടീഷൻ ചില ആൾക്കാർക്കൊന്നും വേണ്ട. ആർക്കൊക്കെ വേണ്ട, പേഴ്സൺ ലീവ്സ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ക്രൂ മെമ്പർ ആയിട്ടോ എന്ത് ചെയ്യുന്നു, ഇന്ത്യ വിട്ടു പോകുന്ന ആൾക്കാർക്ക് 182 ഡേയ്സ് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. രണ്ടാമത്തെ കണ്ടീഷൻ ആയിട്ടുള്ള 60 ഡേയ്സ് നോക്കണ്ട. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ആൾക്കാരാണ് എന്ത്, ഇന്ത്യൻ സിറ്റിസൺ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു ലീവ്സ് ഇന്ത്യ ആൻഡ് കം ഫോർ വിസിറ്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യ വിട്ട് പോയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ അവരിടയ്ക്ക് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യണ്ട, രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണ്ട, ഒന്നാമത്തെ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഈ ആൾക്കാർക്ക് മാത്രം, ഈ രണ്ടാമത്തെ പറഞ്ഞ ഇന്ത്യൻ സിറ്റിസൺ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിന് മാത്രം ഒരു കണ്ടീഷൻ സെപ്പറേറ്റ് പറയുന്നുണ്ട്. അവരുടെ സോഴ്സ് ഓഫ് ഇൻകം ഫ്രം ഇന്ത്യ മോർ ദാൻ 15 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ കണ്ടീഷൻ ആണുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ ഒരു വ്യത്യാസമില്ല, 182 ദിവസത്തെ അതേ കണ്ടീഷൻ തന്നെ. രണ്ടാമത്തെ കണ്ടീഷനില് ഒരേ ഒരു മാറ്റം വന്നിട്ടുള്ളൂ, എന്ത്, 60 ഡേയ്സിന് പകരം 120 ഡേയ്സ് പ്രീവിയസ് ഇയർ ഉണ്ടായിരിക്കണം. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തില് 365 ദിവസം ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഇനി ഒരൊറ്റ കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. 2020 വന്നിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ് ഡീംഡ് റെസിഡന്റ്. ആരാണ് ഡീംഡ് റെസിഡന്റ്? ഓക്കെ,